നമ്മൾ ആദ്യം ഉണ്ടാക്കിയ മാങ്ങാപ്പപ്പടം. ഇത് ഇന്നുണ്ടാക്കിയത് കണ്ടില്ലേ, നല്ല ഭംഗിയിൽ വന്നേക്കാണ്ടോ. ഇന്ന് പഴുത്ത മാങ്ങയുടെ ഒരു റെസിപ്പി ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഈ വീഡിയോയ്ക്ക് ഏവർക്കും സ്വാഗതം. ഇന്നിപ്പം ഞങ്ങൾക്ക് കുറേ പഴുത്ത മാങ്ങ കിട്ടി. നല്ലോണം പഴുത്ത മാങ്ങയാണ്, കോഴിക്കുളം മാങ്ങയാണത്. ഇതുകൊണ്ട് കുറച്ച് മാങ്ങാടി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. പണ്ടൊക്കെ ഞങ്ങൾ വെട്ടോളത്തിലാണ് വട്ടമുറം അരി കയറാനൊക്കെ ഉപയോഗിക്കണ മുറം, അതിലാണ് ഞങ്ങളിതൊക്കെ പിഴിഞ്ഞിട്ടായിരുന്നത്. ഇങ്ങനെ എല്ലാം നീരിങ്ങനെ എടുത്തിട്ട് പിഴിഞ്ഞിട്ട് ഇങ്ങനെ അങ്ങനെ ഉണ്ടാക്കും. പിന്നെ അത് ഉണങ്ങിയാൽ പിന്നെ അതിൻ്റെ മുകളിൽ കൂടെ അങ്ങനെ പിഴിഞ്ഞിട്ട് ഉണ്ടാക്കിയിരുന്നു. അപ്പം അതിനുള്ള മാങ്ങയൊന്നും ഇപ്പോൾ കിട്ടണില്ല. ആദ്യമൊക്കെ ഞങ്ങളുടെ വീട്ടിൽ നിറയെ ഉണ്ടായിരുന്നു നാടുമാവ്. അപ്പോൾ നമുക്ക് നിറയെ മാങ്ങ കിട്ടിയിരുന്നു. അപ്പോൾ നല്ലോണം ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം പിന്നെ അത്രയധികം മാങ്ങയൊന്നുമില്ല. ഉള്ളതുകൊണ്ട് ഞങ്ങൾ പ്ലേറ്റിലൊക്കെയാണ് ഇപ്പോൾ ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ വളരെ കനം കുറച്ചിട്ട് നമുക്ക് ഇത് നല്ല ഇതായിട്ട് കിട്ടും. നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ അത് കുറേ ഉണങ്ങി കിട്ടും. പിന്നെ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും നമുക്കത് ഒരു ദിവസം കൊണ്ട് നമുക്കത് അടർത്താം. രണ്ടാമത്തെ ദിവസം ആകുമ്പോഴേക്കും നമുക്ക് നല്ലോണം ഉണങ്ങി കിട്ടും. എന്നിട്ട് നമുക്കത് ഇങ്ങനെ മുറിച്ച് സൂക്ഷിച്ച് വെക്കാം. എത്ര കാലം വേണമെങ്കിലിരിക്കാം. ഇവിടെ ഫ്രിഡ്ജിൽ ഇവിടെ ഇരിക്കേണ്ടത് ഞങ്ങളുടെ ഇവിടെ കഴിഞ്ഞ ഇന്നലെ കുറച്ച് മാങ്ങ ഞങ്ങൾക്ക് കിട്ടി. അതുകൊണ്ട് ഉണക്കിയിട്ട മാങ്ങേണ്ടത് ഉണ്ട്. ഇന്നലത്തെ ഒരു ദിവസം കൊണ്ട് ഇങ്ങനെയായി ഇത്ര ഉണങ്ങി കിട്ടിയത്. ഇന്നും ഇന്നലെ ഉണങ്ങിയ മാങ്ങയാണത്. ഇനിയിപ്പോൾ നാളെയും കൂടി ഉണങ്ങിയ ഇതിൻ്റെ ഉണക്കം കഴിഞ്ഞു. അങ്ങനെ ഇനിയിപ്പോൾ നാളെയും കുറച്ച് ഉണ്ടാക്കണം വെച്ചിട്ടാണ് ഈ മാങ്ങ ഞങ്ങൾ മുറിക്കാനാക്കുന്നത്. അപ്പോൾ നാളെ നമുക്ക് ഇത് മുറിച്ച് നമുക്ക് പീസാക്കി വെക്കണമെങ്കിൽ വെക്കാം. അതോ അല്ലെങ്കിൽ റോൾ ചെയ്തിട്ട് ചെറിയ റോളാക്കിയിട്ട് നമുക്ക് സൂക്ഷിച്ച് വെക്കാം. അപ്പം അമ്മ അതെല്ലാ കൊല്ലം ചെയ്യണതാണ്. അപ്പോൾ കഴിഞ്ഞ 2 കൊല്ലം മുന്നേ ചെയ്തത് ഇപ്പോഴും ഇരിപ്പുണ്ട് ഇവിടെ, ഒരു കേടും വന്നിട്ടില്ല. അത് കുറേശ്ശെ പിള്ളേർ എടുത്ത് കഴിക്കും, അല്ലെങ്കിൽ കൊണ്ടുപോകും. കുറേ ഉണ്ടായിരുന്നു ഇവിടെ സ്റ്റോക്ക്. അപ്പോൾ ഞങ്ങളിങ്ങനെ കൊണ്ടുപോകാറുണ്ട്. എൻ്റെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇവർക്ക് കൊടുക്കാൻ ഡൽഹിക്ക് പിന്നെ പൂർവിക്ക് പേരക്കുട്ടികളൊക്കെ കൊടുത്തേക്കും. അവർക്കൊക്കെ മാങ്ങ കിട്ടാനൊക്കെ. പിന്നെ ഇവിടെ കസിൻസ് ആര് വന്നാലും അമ്മ അവർക്കൊക്കെ കൊടുത്തു വിടും. എല്ലാവർക്കും സാമ്പിൾ എല്ലാവർക്കും കൊടുക്കും. എല്ലാവർക്കും അത് ഇഷ്ടമാണ്. ഇങ്ങനെ ഓരോ പപ്പടമൊക്കെ എല്ലാവർക്കും കൊടുക്കും. അപ്പോൾ അവർക്കൊക്കെ ഫ്ലാറ്റുകളിൽ അല്ലെങ്കിൽ വിദേശത്തൊന്നും അവർക്ക് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങനെ ഓരോരുത്തർക്ക് ഇതുപോലെ അമ്മ കൊടുത്തു വിടുമ്പോൾ നല്ല സന്തോഷമാണ്. കഴിഞ്ഞ കുട്ടികൾക്കായാലും അവർക്ക് വിശാഖപട്ടണത്തേക്കൊക്കെ ഇതേപോലെ കഴിഞ്ഞ പ്രാവശ്യം ഒരു 3-4 അട ഞങ്ങൾ കൊടുത്തു. അത് അവർക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ കൊല്ലം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത് അവർ. കഴിഞ്ഞാൽ അത്രയധികം മാങ്ങയൊന്നും കിട്ടിയില്ല. ഇപ്പം ഈ കൊല്ലം മാങ്ങയൊക്കെ കുറവായി. കൊല്ലം മാങ്ങ കുറച്ച് കുറവാണല്ലോ. ഞങ്ങൾ ഇപ്പോൾ ഒരാളെയും കിട്ടണില്ല. അത് കാരണം നമുക്ക് ഡെയിലി ഒരു 4-5 പ്ലേറ്റൊക്കെ ഞങ്ങൾ പിഴിഞ്ഞിടാറുണ്ട്. ഇതുപോലെ ഉണ്ടാക്കി വെക്കാറുണ്ട്. അത് മാങ്ങ കൂട്ടാൻ വെക്കൂലേ, അച്ഛന് നല്ല ഇഷ്ടമാണ്. അപ്പോൾ വേനൽക്കാലത്ത് നല്ല മാങ്ങ മാത്രം കൂട്ടിട്ട് അച്ഛൻ കൊണ്ടിരിക്കുക. അച്ഛന് എന്നും പഴുത്ത മാങ്ങ കൂട്ടിയ നല്ല മാങ്ങ ഉണ്ടായവരെ കൂട്ടാനൊന്നും വേണ്ട, അത്രയ്ക്ക് ഇഷ്ടമാണ്. മാങ്ങ വേണ്ടു. അപ്പം അച്ഛന് ഈ മാങ്ങക്കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ആശ്രയമുള്ളത് ഇങ്ങനെ ഉണ്ടാക്കി വയ്ക്കുന്ന മാങ്ങ അടകളൊക്കെയാണ്. അപ്പം അതിനൊരു കഷ്ണമൊക്കെ എടുത്തിട്ട് നമ്മൾ കൂട്ടാനിലിട്ടിട്ട് മാങ്ങ കൂട്ടാൻ ഉണ്ടാക്കിയാലും ടേസ്റ്റാണ്. വെള്ളരിക്ക മോരൊക്കെ ഒഴിച്ചിട്ട് വയ്ക്കുമ്പോൾ ആ അത് വെന്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ കഷ്ണം കുറച്ച് അതിൽ ആ കൂട്ടാനിലിട്ടുണ്ടെങ്കിൽ നല്ല ശരിക്കും നമ്മൾ പഴമാങ്ങ കൂട്ടാൻ ഉണ്ടാക്കിയ സ്വാദാണ്. അതിൽ നാളികേരം ജീരകം പച്ചമുളകൊക്കെ കൂട്ടി അരച്ചിട്ടുണ്ടാക്കിയ ശരിക്കും നമ്മൾ അപ്പം മാമ്പഴം കൊണ്ട് ഉണ്ടാക്കിയ കൂട്ടാൻ പോലെ ഇരിക്കുന്നത്. അതാണ് അതിൻ്റെ വ്യത്യാസം. മാങ്ങയില്ലാത്ത കാലത്ത് നമുക്ക് മാങ്ങയുടെ ഉൽപ്പന്നങ്ങൾ നമുക്ക് കഴിക്കാം. ഇതേപോലെ ഞങ്ങൾ വെട്ടി ഉണക്കി വെച്ചിട്ടുണ്ട്. അത് ചെറിയ പീസാക്കിയിട്ട് ചെറുതായിട്ട് വേവിച്ച് ഒന്ന് പതുക്കെ ആവി കയറ്റി ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഇട്ടിട്ട് വേവിച്ചിട്ട് ഉണക്കി വെക്കും. ആ റെസിപ്പി നമ്മൾ ഇനി ഇടുന്നുണ്ട്. കഷ്ണങ്ങളായിട്ട് ഇടണതിൻ്റെ അതുമാതിരി ഇത് അങ്ങനെ നമ്മൾ എത്രയോ മാങ്ങ വീണ് പോണു. പല ദിക്കിലും ഇങ്ങനെ കിടക്കണം. മാവിൻ്റെ ചുവട്ടിൽ ആരും കഴിക്കാനില്ലാണ്ടൊക്കെ കിടക്കണ മാങ്ങകൾ ശരിക്കും നമുക്ക് യൂസ് ചെയ്യാം. ഇങ്ങനെ ഇടമാങ്ങയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ കുറേ കാലം കേടുകൂടാണ്ട് ഇരിക്കുകയും ചെയ്യും. നമുക്ക് അടുത്ത വർഷത്തേക്കോ മഴക്കാലത്തോ അതുമായി ഇത് കഴിഞ്ഞ സമയത്ത് മാങ്ങയുടെ സീസൺ കഴിഞ്ഞ സമയത്തും നമുക്ക് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇത്രയും മാങ്ങ നമ്മൾ തോലിയെത്തി റെഡിയാക്കി വെച്ചു. ഇനി ഇത് കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയിൽ അടിച്ചിട്ട് എടുക്കണം.
എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യം പിന്നെ നമുക്ക് നോക്കാം കേട്ടോ. ഇപ്പോൾ ഇപ്പം മാങ്ങ മുറിക്കൽ കഴിഞ്ഞു. ഇനി മിക്സിയിൽ ഇട്ടിട്ട് അത് പൾപ്പാക്കണം. ഇപ്പോൾ മിക്സിയിലൊന്ന് അടിക്കണം, മിക്സിയിൽ അടിക്കണം. എന്നാലേ അതിൻ്റെ നാരും ഇതിലത്തെ പിന്നെ അതിൻ്റെ നാരൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് അങ്ങനെ അരയ്ക്കണം, കളയണം. കഴിഞ്ഞ പത്രത്തിൽ നിന്ന് കിട്ടില്ല നമുക്ക്. ഇത് മിക്സിയിൽ അടിക്കുകയാണ്. ഇന്നലെ നമ്മൾ മിക്സിയിൽ അരച്ച് പൾപ്പണത്. അതിൽ നാരുള്ള മാങ്ങ വെച്ചാൽ നമ്മൾ വലിയ അരിപ്പയിൽ അതിൻ്റെ നാര് നമ്മളിങ്ങനെ ഇതാക്കിയിട്ട് അതിൻ്റെ ഇത് മാത്രം എടുത്തിട്ട് നാര് പിഴിഞ്ഞ് അങ്ങനെ എടുക്കണം. എന്നിട്ടുള്ള അങ്ങനെ നാര് പിഴിഞ്ഞിട്ടുള്ള മാങ്ങയാണിത്. അതിലേക്ക് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യുക. നമ്മുടെ അഭിരുചിക്ക് അനുസരിച്ചിട്ടുള്ള പഞ്ചസാര ചേർത്താൽ മതി. അപ്പം ഇതൊക്കെ ഇറക്കിയിട്ട് നമ്മൾ ആ പൾപ്പൊന്ന് രുചിച്ച് നോക്കുക. മധുരം പോരച്ച പിന്നീട് അങ്ങനെ കുറച്ച് മധുരം ചേർക്കണം. അതിൽ എല്ലാവരും പറ്റില്ല. ഒരു 5 മിനിറ്റ് വെള്ളം ഒട്ടും ചേർത്തിട്ടില്ല. ഉണ്ടോ ഈ പൾപ്പിൽ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല. ആ മാങ്ങയിലത്തെ ഇത് മാത്രമേ ഉള്ളൂ. പാത്രം അതും കൂടിയും കഴുകിയതൊന്നും ഞങ്ങളിതിൽ ഒഴിച്ചിട്ടില്ല. ശരിക്കും മാങ്ങയുടെ ജ്യൂസ് മാത്രം അങ്ങനെ കൊഴുകൊഴുതായിട്ട് നല്ലതായിട്ട്. അതിൽ വെള്ളം ചേർക്കണ്ട. അങ്ങനെ പഞ്ചസാര ഇട്ടിട്ട് നമ്മൾ കത്തിച്ചിട്ടില്ലേ. കുറച്ച് വെള്ളം വലിയുന്നത് വരെ നമ്മളത് ഇങ്ങനെ ഒന്ന് ഗ്യാസിൽ ഇതാവുക. ഒന്ന് പതുക്കെ വരുന്നവരെ അത്ര വേണ്ടു. ഇതിപ്പോൾ ഒരു വെള്ളമൊന്നും വലിയല്ല. ഈ മാങ്ങയിലത്തെ വെള്ളം ഒന്ന് വലിഞ്ഞ് കിട്ടുക വേണ്ടു. അടി പിടിക്കാണ്ട് അങ്ങനെ എപ്പോഴും ഇളക്കി കൊണ്ടിരിക്കും എന്നത്. പെട്ടെന്ന് അടിയിൽ പാത്രത്തിൽ അടി പിടിക്കും. അപ്പോൾ ഇങ്ങനെ ഇളക്കി കൊണ്ടിരിക്കണം. അത് ഒരു 10 മിനിറ്റ് ഇളക്കണ്ടോ. അത് കഴിഞ്ഞാൽ നമുക്കത് ഗ്യാസ് ഓഫാക്കാം. അതൊക്കെ മര്യാദക്ക് മുന്നേ ഒന്ന് കുതിർന്ന് ഇതായിട്ട് വരും. മാങ്ങ വെച്ചാൽ അതിൻ്റെ നല്ല കഴുമ്പുള്ള നല്ല നൂറുള്ള മാങ്ങ, അതായത് പൾപ്പ് നല്ല തിക്കായിട്ട് കിട്ടണ മാങ്ങയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 4-5 മിനിറ്റ് അതിനൊന്ന് കുറുക്കിയാൽ മതി. അതെല്ലാം നല്ലോണം വെള്ളമുള്ള മാങ്ങകളുണ്ടാവും. നിറയെ ജ്യൂസായിട്ട് നല്ലോണം ജലാംശം നല്ലോണം ഉള്ളതാവുമ്പോൾ കുറച്ച് സമയം കൂടി കൂടുതൽ നമ്മൾ ഒരു 5-6 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റോ കുറുക്കേണ്ടി വരും. അപ്പോൾ ഒരു ചെറുതായിട്ടൊരു തിക്നെസ് വരണ വരെ നമ്മൾ ഇത് ഇളക്കിക്കൊണ്ടിരിക്കുക. വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക, അടി പിടിക്കാതെ. ഇത് നമുക്ക് വാങ്ങാറായി 5 മിനിറ്റ് തന്നെ കത്തിക്കേണ്ടി വന്നില്ല. ആർക്കെങ്കിലും അതിനുള്ളിൽ ചെറിയ രീതിയിൽ ഗരം മസാലപ്പൊടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫ്ലേവർ വേണമെന്നുള്ളൊരു ഏലക്കായപ്പൊടി, ജീരകപ്പൊടി ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിനനുസരിച്ച്. ഞാൻ ചേർക്കാറില്ല. അമ്മ ഇതൊന്നും ചേർക്കാറില്ല. ഇങ്ങനെ സിമ്പിളായിട്ടുള്ള മാങ്ങ ആംപാപ്പട് അതാണ് ടേസ്റ്റ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങൾ. നമ്മൾ കൂട്ടാനിലൊക്കെ ചേർക്കാൻ വെച്ചാൽ ഗരം മസാലയുടെ വേണം. അപ്പോൾ അമ്മയ്ക്ക് ഇത് കൂട്ടാനൊന്നും പറ്റില്ല നമുക്ക്. അമ്മ അപ്പോൾ ഇത് കൂട്ടാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി അമ്മ ഇങ്ങനെയാണ് ഉണ്ടാക്കി വെക്കുന്നത്. അപ്പോൾ വേറെ വല്ല ഏലക്കായൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൂട്ടാൻ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളിങ്ങനെ പ്ലെയിൻ ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് പഞ്ചസാര മാത്രമേ ഇതിൽ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഏകദേശം കുറുകി വരാറായിട്ടുണ്ട്. കുറുകി കഴിഞ്ഞു. നമുക്ക് ഓഫാക്കാൻ പോവുകയാണ്. വെളിച്ചെണ്ണ തളവുന്നതിൽ അത് വേഗം പെട്ടെന്ന് അടർന്ന് വരാൻ വേണ്ടിയിട്ടാണ് മാങ്ങ അട.
ഒഴിക്കണം മാങ്ങാട. പ്ലേറ്റ് ഒന്ന് ഇങ്ങനെ മെല്ലെ തട്ടി കൊടുക്കുക. ഇങ്ങനെ ഒന്ന് പതുക്കെ ഇളക്കി കൊടുത്താൽ എല്ലാവിടെയും സമമായിട്ട് വരും. ഇത് മാങ്ങ നീര് ഇനി ഇത് വെളുത്ത കൊണ്ടിരിക്കും. എത്ര വേണ്ട. ഇന്നത്തേക്ക് തന്നെ ഏകദേശം ഉണക്കൊക്കെ ആകും. ഇത് നമ്മൾ അടുത്ത പ്ലേറ്റിൽ ഒഴിക്കുകയാണ്. ഇങ്ങനെ വെയിലത്ത് വയ്ക്കുക. ഇനി നമുക്ക് അടുത്ത പ്ലേറ്റുകളും കൂടി ഒഴിച്ചിട്ട് വയ്ക്കാം. രണ്ട് പപ്പടം റെഡിയായി. ഞാൻ ഉണങ്ങും. ഇനി നാളേക്കത് നാളെ വൈകുന്നേരം ആകുമ്പോഴേക്കത് അടർന്നു പോരും. ഒറ്റ ഭാഗം തിരിച്ചിട്ട് ഒരു ദിവസം കൂടി ഉണക്കുക. അങ്ങനെ 3 ദിവസത്തെ ഉണക്കം. അപ്പോൾ ഇത് നമ്മൾ ഉപ്പും മുളക് പൊടിയും കൂടി ഇട്ടുണ്ടാക്കിയ മാങ്ങാ തേരാണ്. മാങ്ങ അട, പഴുത്ത മാങ്ങയുടെ നീരുകൊണ്ട് ഉണ്ടാക്കിയ കുറുക്കി ഉണ്ടാക്കിയതാണ്. ഇത് നമ്മൾ ഉണക്കി വെച്ചാൽ പപ്പടം പോലെ സൂക്ഷിക്കാവുന്നതാണ്. ഇതുമാതിരി കൂട്ടാനിലേക്ക് ഇടാനോ അല്ലെങ്കിൽ ഇപ്പോൾ ഷുഗറുള്ളവർക്കൊക്കെ ആകുമ്പോൾ അധികം പഞ്ചസാര ചേർക്കാതെ ഉണ്ടാക്കുന്നതല്ലേ ഉത്തമം. അപ്പോൾ ഒട്ടും പഞ്ചസാര ഇതിൽ ചേർത്തിട്ടില്ല. മാങ്ങയുടെ ഒറിജിനൽ മാങ്ങയുടെ മധുരം മാത്രമേ ഉള്ളൂ. അതൊരു ഗുണമാണ് ഇതിന്. അപ്പോൾ 2 വെറൈറ്റി ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയേക്കുന്നത്. ഒന്ന് മധുരം ചേർത്ത് വെറുതെ കഴിക്കാൻ വേണ്ടിയിട്ട് കഴിക്കുകയും ചെയ്യാം. നമ്മളിപ്പോൾ പഴമാങ്ങ കൂട്ടാൻ പറഞ്ഞില്ലേ, അതുപോലെ ഉണ്ടാക്കാനും യൂസാക്കാം. ഇപ്പോൾ ഇതെന്ന് പറയുന്നത് ഉപ്പും മുളക് പൊടിയും. ഇപ്പോൾ 2 വെറൈറ്റി ആയിട്ട് ഇരിക്കട്ടെ എന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയത്. വലിയൊരു പ്ലേറ്റിലാണ് പരത്തിയേക്കണത്. കുറേ മാങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടി ഒരു വലിയ തട്ടത്തിൽ നമ്മൾ പരത്തി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് അനുസരിച്ച് മുറിച്ച് നമുക്ക് ഡബ്ബയിലാക്കി സൂക്ഷിച്ച് വെക്കാമല്ലോ. ഇത് നമ്മുടെ ഉപ്പും മുളക് പൊടിയും മാത്രം ഇട്ടുണ്ടാക്കിയ മാങ്ങാത്തരയാണ്. ആംപപ്പട്, അപ്പോൾ പഴുത്ത മാങ്ങ വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് അമ്മ മടക്കി വെക്കുകയാണ്. കണ്ടോ, ഒരു പ്ലേറ്റിൽ നമ്മൾ വലിയ പ്ലേറ്റിൽ ഇങ്ങനെ പരത്തി 2-3 ദിവസത്തെ ഉണക്കാണത്. ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങി. ഇനി അത് മടക്കി നമുക്ക് സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ ഷുഗറുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് നമ്മളിത് ഉണ്ടാക്കിയിരിക്കുന്നത്. കണ്ടില്ലേ, ഈസി ആയിട്ട് അത് മറിച്ചിടാം. ഇപ്പം മധുരം ചേർക്കാത്ത കാരണം നമുക്ക് ഷുഗറുള്ളവർക്കൊക്കെ കഴിക്കാം. നല്ല ഭംഗിയായിട്ട് നമുക്ക് മടക്കി വയ്ക്കാം. നല്ല പാക്ക് ചെയ്ത് വെച്ചാൽ നമുക്ക് കുറേ കാലം കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യാം. ആർക്കെങ്കിലും കൊടുത്തയക്കണമെങ്കിൽ ഇങ്ങനെ ഭംഗിയായിട്ട് കൊടുത്തയക്കാം. അപ്പോൾ അങ്ങനൊരു ആംപാപ്പട് നമ്മുടെ ശരിയായിട്ടുണ്ട്. നമുക്ക് കഴിക്കാൻ റെഡിയായി. അങ്ങനല്ലേ, ഇങ്ങനെ ഇടയ്ക്ക് വെച്ച റെഡിയായി. നമ്മൾ ആദ്യം ഉണ്ടാക്കിയ മാങ്ങാപ്പപ്പടം, ഇത് ഇന്നുണ്ടാക്കിയത്. കണ്ടില്ലേ, നല്ല ഭംഗിയിൽ വന്നേക്കാണ്ടോ. ഇതൊക്കെ 3 ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് അറന്ന് പോന്നു. ഇത് 3ാമത്തെ ദിവസമായിട്ടുള്ളൂ. അപ്പോൾ അവർക്ക് ഇത് ഉണങ്ങി നല്ല ഫ്രഷായി. ഇത് ഇന്ന് അരച്ചിട്ടേക്കണ്ടാണ്.
മാങ്ങയുടെ കളറിന് ഇതിനനുസരിച്ച്, അതായത് പല പല മാങ്ങയ്ക്ക് പല കളറാണല്ലോ, അതിനനുസരിച്ച് കുറച്ച് കളർ വ്യത്യാസം വരും. ഇത് രണ്ടുപേരും മാങ്ങിയായിരുന്നു. ഉണങ്ങുമ്പോൾ ഈ കളർ വരും അല്ലേ? ആ ആ. ഇതിപ്പോൾ ഇന്ന് നമ്മൾ അരച്ചിട്ടതാണ്. ഇന്ന് ചെറിയൊരു മഴക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ശേഷമാണ് ശരിക്കും വെയിൽ വന്നത്. അതുവരെ ഒരു മഴക്കാരിൽ ഒക്കെ ഉണ്ടായിരുന്നേ. അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് ഉണങ്ങി കിട്ടേണ്ടതാ. ശരിക്ക് ഒരു ദിവസം കൊണ്ട് നല്ല വെയിലുണ്ടെങ്കിൽ നമുക്ക് 2 ദിവസം കൊണ്ട് ഉണങ്ങി അടർത്തി പോരും. മറിച്ചിട്ടിട്ട് ഒരു ദിവസം കൂടി ഉണക്കാം. ഇതിപ്പോൾ നമുക്ക് റോൾ ഇട്ടാൻ പറ്റുമോ? ഇങ്ങനെ റോളാക്കിയിട്ട് വെക്കണമെങ്കിൽ വെക്കാം. ഇങ്ങനെ റോളാക്കിയിട്ട് വെക്കാം. നമുക്ക് ഇങ്ങനെ റോളാക്കി വെക്കാം. സൂക്ഷിക്കാനുള്ള സൗകര്യത്തിന് നമുക്ക് സൗകര്യമായിട്ട് എടുത്ത് വെക്കാം. ഫ്രിഡ്ജിലൊക്കെ നീ കഷ്ണമായിട്ട് പീസാക്കി ഡയമണ്ട് ഷേപ്പോ വെക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അങ്ങനെ വേണമെങ്കിലും മുറിച്ചിട്ട് വെക്കണമെങ്കിൽ വെക്കാം. അങ്ങനെ വെക്കാം. കുറച്ചും കൂടി സൗകര്യം ഇങ്ങനെ റോളാക്കിയിട്ട് വെക്കണ്ട. നമുക്ക് എല്ലാവരും നമ്മുടെ മാങ്ങ അത് റോളാക്കി വെച്ചു. മാങ്ങാട ഇത് 2 ദിവസം കൊണ്ട് കൂടി ഇതേപോലെ നമുക്ക് വെക്കാൻ പറ്റും. റെഡിയാവും. ഇതൊക്കെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഇപ്പം മാങ്ങ സീസണാണല്ലോ. പഴുത്ത മാങ്ങ വെച്ചാൽ ഒരെണ്ണെങ്കിലും ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് കമൻ്റ് ഇടുക അതിൽ.